നേടാൻ പറ്റാതെ പോയിട്ട് ഇപ്പോഴും വിഷമിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകുന്ന അറിയാം. എന്തൊക്കെ സംഭവിച്ചു, കഴിഞ്ഞതിൽ എന്തൊക്കെ തെറ്റാണ്, ആ പഠിച്ച ഭാഗത്ത് നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വരും, വെയിറ്റേജ് കൂടുതൽ, ഏത് ടോപ്പിക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുന്നത് വെച്ചാൽ ഒരു ഹോട്ട് ടോപ്പിക് എന്നൊക്കെ നമുക്ക് പറയാം. ഹലോ എവരിവൺ, എല്ലാവർക്കും സൈലം PSCയിലേക്ക് സ്വാഗതം. ഞാൻ സ്വാതി സ്വാഗത്, സൈലം PSCയിലെ ബയോളജി ഫാക്കൽറ്റിയാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഇനി വരാനിരിക്കുന്ന ഒരുപാട് PSC എക്സാമുകളൊക്കെ ഉണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായിരിക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ ഈ തയ്യാറെടുപ്പ്, എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് എന്ന് പറയുമ്പം കുറച്ച് പേരൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ഏത് എക്സാം ആണോ അതിനെ തന്നെ എയിം ചെയ്തുകൊണ്ട് മാക്സിമം എഫേർട്ട് ഇട്ട് കാര്യങ്ങളൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകുന്നവരുണ്ടാവും. ഒരു വിഭാഗം എന്ന് പറയുന്ന സമയത്ത് ഈ വരുന്ന എക്സാം ഒന്ന് നോക്കാം, ഇനി അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത് നോക്കാമെന്ന് വിചാരിക്കുന്നവരാണ്. പിന്നെ ഒരു വിഭാഗം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു ഗ്യാപ്പ് നിൽക്കുവാണ്, ഇനിയിപ്പോൾ അടുത്തത് എന്ത് നോക്കും എന്നുള്ള ഒരു ഗ്യാപ്പിൽ എന്നാൽ ശരി ഞാനൊന്ന് PSC ഒക്കെ ഒന്ന് നോക്കട്ടെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് ഈ വഴിക്ക് വന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ ഒരുപാട് ടൈപ്പ് ആൾക്കാരെല്ലാവരും കൂടിയാണ് നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത് അല്ലേ. പക്ഷെ നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ തന്നെ അറിയാം, ക്രാക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ക്രാക്ക് ചെയ്യുക, നേടിയെടുക്കുക, അല്ലെങ്കിൽ ലിസ്റ്റിൽ നല്ല മുൻപിലുള്ള ഒരു റാങ്കിലേക്കൊക്കെ, നല്ലൊരു ഉറച്ച ഒരു റാങ്കിലേക്ക് വരിക എന്നൊക്കെ പറയുമ്പം ആത്മാർത്ഥമായിട്ട് ട്രൈ ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മളെ LDC എക്സാം അല്ലേ, ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യുകയും എഴുതുകയൊക്കെ ചെയ്യുന്ന ഒരു എക്സാമാണ് LDC എക്സാം. അപ്പോൾ കഴിഞ്ഞ LDC എക്സാമിന് വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു. പക്ഷെ നമുക്കറിയാം അതിനിടയിലൊക്കെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല പ്രശ്നങ്ങളൊക്കെ നമുക്ക് വന്നേക്കാം അല്ലേ. അങ്ങനെ ചിലപ്പോൾ പെട്ടെന്ന് ഗ്യാപ്പ് വരുന്നു, അപ്പോൾ ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിരിക്കാം, ഇനി അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ ഓർ ഫാമിലി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ വരുമ്പം പെട്ടെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിച്ച ആ ഒരു ടൈമിനിടയിൽ ഒരു ഗ്യാപ്പ് വന്നു പോവാം. അങ്ങനെ ചെറിയൊരു വ്യത്യാസത്തിൽ അത് നേടാൻ പറ്റാതെ പോയിട്ട് ഇപ്പോഴും വിഷമിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകുന്ന അറിയാം അല്ലേ. ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചവരെ സംബന്ധിച്ചിടത്തോളം മാത്രമേ ആ ഒരു വിഷമം അവിടെ ഉള്ളൂ. അല്ലാത്തവരൊക്കെ അത് നോക്കി അതെന്താണെന്നൊക്കെ മനസ്സിലായി, എന്നാൽ അടുത്തതിലൊന്നും ജസ്റ്റ് പിടിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ എന്തായാലും കഴിഞ്ഞ LDC ചിലപ്പം എഴുതി റാങ്ക് ലിസ്റ്റിലേ പെടാത്തവരുണ്ടാവും, റാങ്ക് ലിസ്റ്റിൽ വന്നെങ്കിലും വിചാരിച്ച അത്ര നല്ലൊരു റാങ്കിലല്ല, പിന്നിലേക്കാണ് നിൽക്കുന്നത്, അതുകൊണ്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ഉറപ്പില്ലാതെ നിൽക്കുന്നവരുണ്ടാവാം. അപ്പോൾ എന്തായാലും ഇനി അങ്ങനെയുള്ള എല്ലാ ആൾക്കാർക്കോടുമാണ് പറയാനുള്ളത്, അടുത്ത ചാൻസിന് വരികയാണ് നെക്സ്റ്റ് LDC എന്ന് പറയുന്ന സമയത്ത് അതിന് കൃത്യമായിട്ട് എങ്ങനെ നമ്മൾ പഠിക്കണം എന്നൊന്നും അറിയാതെ നിൽക്കുകയാണെങ്കിൽ പഴയ LDCൻ്റെ അവസ്ഥയിലേക്ക് തന്നെയാണ് പോവുക. എന്ന് വെച്ചാൽ നമ്മൾ ആ റാങ്ക് പിന്നെയും പിന്നിലേക്ക് പോകാനാണ് സാധ്യത. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചു, കഴിഞ്ഞതിൽ എന്തൊക്കെ തെറ്റാണ് നമുക്ക് സംഭവിച്ചത്, നമ്മളെ പഠിത്തത്തിലുള്ള തകരാറായിരുന്നോ, ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ സിലബസ് ഒന്നും അറിയാതെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലേ. അപ്പോൾ ഏത് എക്സാം ആണെങ്കിലും ആദ്യം നമുക്കൊരു ഐഡിയ വേണം, അതിൻ്റെ സിലബസ് എങ്ങനെയാണ്, ആ സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്, ജസ്റ്റ് ഹെഡിങ് എങ്കിലും ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. അല്ലാതെ എല്ലാം പറയുന്നൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ക്ലാസ് കേട്ടോണ്ടിരിക്കുക അല്ലേ. പിന്നെ ചിലർ ഇങ്ങനെ ക്ലാസ് കേൾക്കും ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക, പക്ഷേ ആ പഠിച്ച ഭാഗത്ത് നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്നുള്ള കാര്യം ശ്രദ്ധിക്കാതെ പോകുന്നവരുണ്ടാവും അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് കുറേ പഠിക്കുക, ഈ പഠിച്ച കാര്യങ്ങളൊക്കെ എന്ത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലാണ് അപ്ലൈ ചെയ്യേണ്ടത്, എവിടെയാണ് എഴുതേണ്ടതെന്ന് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ, സമയം വേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ സിലബസിനെ വളരെ ക്ലിയർ ആക്കി മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയൊരു ഐഡിയ നമുക്കുണ്ട്. പഠിക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമാണ്, അല്ലാതെ എല്ലാം പഠിച്ച് സ്വന്തം പഠിക്കണം എന്നല്ല പറയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ കവർ ചെയ്യേണ്ട ഒരു ഏരിയ, ഇന്ന ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്ത ഇന്ന കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ടോ അല്ലേ, ഈ കണ്ടന്റ് ഒക്കെ നമ്മളെ കയ്യിൽ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ, അത് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം അല്ലേ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിലബസ് തന്നെ പറയുന്ന കാര്യത്തിൽ ഏതിനാണ് വെയിറ്റേജ് കൂടുതൽ, ഏത് പ്രധാന പോയിന്റിനാണ് വെയിറ്റേജ് കൂടുതൽ, ഏത് ടോപ്പിക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുന്നത് വെച്ചാൽ ഒരു ഹോട്ട് ടോപ്പിക് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ എവിടെ നിന്നാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ എപ്പോഴും വരുന്നത്, ഒഴിവാക്കാതെ പഠിക്കേണ്ട ടോപ്പിക് ഏതാ, അപ്പോൾ ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് വേണം പഠിക്കാൻ. പിന്നെ നമ്മൾ പഠിച്ച ഭാഗത്തുനിന്ന് കഴിഞ്ഞ എക്സാമുകളൊക്കെ ആയിട്ട് പ്രീവിയസ് ഒക്കെ ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ, അതോ എങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ഭയങ്കര ടെൻഷൻ ഉള്ളതാണ് അല്ലേ. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻ അവിടെ നിന്ന് വന്നിട്ടുണ്ടോ, ഇനി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ, ഈ ഒരു ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ എന്തായാലും വരുമോ, ഒരു പ്രാവശ്യമെങ്കിലും ചോദിച്ചതാണെങ്കിൽ നമ്മൾ ആ ഒരു ഏരിയ ഒഴിവാക്കാതെ എന്തായാലും പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മുന്നിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ പേഴ്സണൽ മെസ്സേജ് ഒക്കെ അയക്കുമ്പോൾ ചോദിക്കുന്നതാണ്, ഞാൻ കുറേ പഠിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് എക്സാം എഴുതുന്ന സമയത്ത് എങ്ങനെയായാലും സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല, മാർക്കിൽ എത്താൻ പറ്റുന്നില്ല. അതിൻ്റെ മെയിൻ റീസൺ തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് ക്വസ്റ്റ്യൻ കണ്ട് പ്രാക്ടീസ് ആയാൽ മാത്രമേ പിന്നെ എക്സാമിന് ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ആ ടെൻഷൻ ഇല്ലാതെ ഈസി ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും, ഒരു ഐഡിയ കിട്ടുള്ളൂ. അല്ലാതെ വെറുതെ കുറേ ബുക്ക് വായിച്ചുകൊണ്ട് നമുക്ക് കാര്യമില്ല. ഓക്കെ, യെസ്. അപ്പോൾ എന്തായാലും ഇത്രയും നേരം ഈ പ്രശ്നങ്ങളും എന്തൊക്കെയാണ് നമ്മളെ ബുദ്ധിമുട്ടുണ്ടായത് എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാനുള്ള റീസൺ എന്ന് പറയുമ്പം ഇനിയിപ്പോൾ അടുത്തൊരു എക്സാം വരുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് എന്തായാലും നമുക്ക് ഉണ്ടാവരുത്. ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ റാങ്ക് പിന്നിലേക്ക് പോകും. അതുകൊണ്ട് എന്തൊക്കെയാണോ പ്രശ്നം അതൊക്കെ പരിഹരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് സിലബസിനെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവണം.
ഓക്കെ. പിന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഹോട്ട് ടോപ്പിക് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ് ടോപ്പിക് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അപ്പം ഇതൊക്കെ അറിഞ്ഞ് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റും. പിന്നെ PSC പഠിക്കുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളതും നമുക്ക് തന്നെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് SCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒക്കെ പ്രാധാന്യം. SCERT ആൻഡ് NCERT അല്ലെ, സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളുടെ പ്രാധാന്യം. അപ്പോൾ ഒരു 5ാം ക്ലാസ് നമ്മളങ്ങനെ ഒരു ബേസ് പറയണം. ഒരു 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റൊക്കെ നമ്മൾ എന്തായാലും വായിക്കണം. കാരണം ഇപ്പോൾ പുതിയ ബുക്കൊക്കെ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് അതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ധാരണ ഉണ്ടായിരിക്കണം. പിന്നെ NCERT ലെവലുള്ള കണ്ടന്റ് വേണമെന്നുണ്ടെങ്കിൽ ആ ഭാഗവും കൂടെ ചേർത്തുകൊണ്ടൊക്കെ നമ്മൾ പഠിച്ചെടുക്കണം. അപ്പോൾ സ്കൂൾ ടെക്സ്റ്റിന് വലിയൊരു പ്രാധാന്യമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ സ്ഥിതിക്ക്, സ്കൂൾ ടെക്സ്റ്റിൻ്റെ പ്രാധാന്യം പറഞ്ഞ സ്ഥിതിക്ക്, നമ്മളിപ്പം എല്ലാ സബ്ജക്റ്റും അറിയാതെ ഞാൻ ജസ്റ്റ് ബയോളജിയിലെ സിലബസ് വെറുതെ ഒന്ന് ഓടിച്ചിട്ട് പോവുകയാണെങ്കിൽ നോക്കിയേ, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം അല്ലേ. അപ്പോൾ LDC എക്സാം ഒക്കെ പറയുമ്പോൾ നമ്മളൊരു 6 മാർക്കിനൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ ഇവിടെ എന്താ, മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതുവായ അറിവ് അല്ലേ. ഇപ്പം എല്ലാം ബയോളജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മനുഷ്യ ശരീരം, അതൊരൊറ്റ വാക്ക് പറഞ്ഞാൽ പോലും പഠിച്ച് വരുമ്പോൾ മനുഷ്യ ശരീരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ അവിടെ ദഹനോ ശ്വസനോ രക്തമോ എന്ത് വേണമെങ്കിലും ചോദിക്കാം, മനുഷ്യനെ കുറിച്ചുള്ള എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചോദിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണിത്. ഓക്കെ, യെസ്. അപ്പോൾ ഇനി അടുത്തതാണ് ഒഴിവാക്കാൻ. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഹോട്ട് ടോപ്പിക്കൊക്കെ തിരിച്ചറിഞ്ഞ് പഠിക്കുക. അങ്ങനെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു ടോപ്പിക്കാണ് നമ്മുടെ ജീവകങ്ങളും ധാതുക്കളും എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ വിറ്റാമിൻ അല്ലെ, വിറ്റാമിനെ കുറിച്ച് കേട്ടിട്ടില്ലേ, വിറ്റാമിനും മിനറലും കേട്ടിട്ടില്ലേ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എന്തായാലും ഒരു ക്വസ്റ്റ്യൻ, വിറ്റാമിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളൊക്കെ വെച്ചുകൊണ്ട് എപ്പോഴും ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, പിന്നെയാണ് രോഗങ്ങൾ. ബയോളജിയിൽ അതേപോലെ ഒഴിവാക്കാൻ പാടില്ലാത്ത ടോപ്പിക്കാണ് രോഗങ്ങൾ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവാറുണ്ട്. അപ്പം അതൊക്കെ മനസ്സിലാക്കി അതും എങ്ങനെയൊക്കെ പഠിക്കണം. കറക്റ്റായിട്ട് ഒരു രോഗം എന്ന് പറയുമ്പോൾ രോഗകാരികളൊക്കെ ബാക്ടീരിയ, ഫംഗസ്, വൈറസ് എന്നൊക്കെ വേർതിരിച്ച് അതിൽ വരുന്ന രോഗങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതി കറക്റ്റാക്കി മാറ്റിയിട്ട് വേണം പഠിക്കാനായിട്ട്. ഓക്കെ, പിന്നെ ആരോഗ്യക്ഷേമ പ്രവർത്തനം. ഇവിടെ നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കും, ആരോഗ്യക്ഷേമ പ്രവർത്തനം വെച്ചാൽ കുറേ ആരോഗ്യക്ഷേമ പദ്ധതികളൊക്കെ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. പിന്നെയാണ് രോഗങ്ങൾ തന്നെ. സാംക്രമിക രോഗങ്ങൾ എന്ന് പറയുന്നതാണ് പകരുന്ന രോഗം. ഇനി പകരാത്ത ടൈപ്പ് ജീവിതശൈലി രോഗം, നമ്മളെ തെറ്റായ ജീവിതശൈലി കൊണ്ട് ഒരു പ്രായം കഴിയുമ്പോൾ പ്രമേഹം വരുന്നു അല്ലെ, രക്തസമ്മർദ്ദം വരുന്നു, ഫാറ്റി ലിവർ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള കുറേ രോഗങ്ങളെ പറ്റി ഇതിങ്ങനെ എടുത്തു പറഞ്ഞാൽ ആ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ എന്തായാലും ഉറപ്പാണ് കേട്ടോ. പിന്നെ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ഒരു കുഞ്ഞു ടോപ്പിക്കൊക്കെയാണ്, എന്നാലും ക്വസ്റ്റ്യൻ വരുന്നതാണ്. നമ്മളെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, പ്രധാനമായിട്ടുള്ള ആഹാര ഘടകം, പോഷക ഘടകങ്ങളുടെ പ്രാധാന്യം എന്തൊക്കെയാണ്, അതേപോലെ നമ്മുടെ ശരീരത്തിന്റെ അല്ലെ ബോഡി മാസ് ഇൻഡെക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, നമ്മളെ ഹൈറ്റും വെയിറ്റും ഒക്കെ ഓക്കെ ആണോ, നമ്മളെ ഭാരമൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ കണ്ടെത്താനൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു ടോപ്പിക്കാണ്. പിന്നെ ലാസ്റ്റ് പരിസ്ഥിതി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും. പരിസ്ഥിതി ശരിക്കും ഒരു വൈഡ് ടോപ്പിക്കാണ്. നമ്മൾ ഏത് പരിസ്ഥിതി റിലേറ്റഡ് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചോദിക്കാം. പിന്നെ അതിന്റെ പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ കുറേ മലിനീകരണവും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നൊരു സംഭവമാണിത്. ഇതാണ് ശരിക്കും ബയോളജിന്റെ കാര്യങ്ങൾ. അപ്പോൾ ഇതേപോലെ നമ്മൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റിലും എന്തൊക്കെയാണ് മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത് അത് നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ സിലബസ് എങ്കിലും നമ്മൾ പ്രിന്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ എഴുതിയോ നമ്മളെ കയ്യിൽ വെക്കുക എന്നുള്ളതാണ് കേട്ടോ. റെഡി അല്ലേ? അപ്പോൾ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിന് പ്രാധാന്യം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 2 ക്വസ്റ്റ്യൻ ഒന്ന് കാണിച്ചു തരാം. അത് എത്രത്തോളം ഉണ്ടെന്ന് അറിയാനാണ് കേട്ടോ. കറക്റ്റ് ടെക്സ്റ്റ് എന്നുള്ള കാര്യങ്ങൾ വന്നത്, അതും പോരാത്തിന് സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻ. നോക്കിക്കോ, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ എക്സാമിന് ഉണ്ടായ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സൂര്യപ്രകാശത്തിന്റെ ലഭ്യത അനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തരംതിരിച്ചിട്ടുണ്ടെന്ന് പറയാം. ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യൂഫോട്ടിക് മേഖല. ഇനി 200 മീറ്ററിന് താഴെ 1000 മീറ്റർ വരെ എഫോട്ടിക് മേഖല. പിന്നെ എന്താ, 1000 മീറ്ററിന് താഴെ ഡിസ്ഫോട്ടിക് മേഖല. ഇങ്ങനെയാ കൊടുത്തത്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ, ബയോളജി എന്ന് പറഞ്ഞിട്ട് വല്ല ജോഗ്രഫി എങ്ങനെയാണോ അല്ലേ? ഇത് ശരിക്കും വേണം ജോഗ്രഫി ആയിട്ട് പരിഗണിക്കണം, അങ്ങനെ വേണമെങ്കിൽ പറയാം. എവിടെ ഇപ്പോൾ ആ വ്യത്യാസമൊന്നുമില്ല. ഇതിപ്പോൾ ബയോളജി തന്നെ എടുത്ത് പറയാൻ കാരണം ഇത് നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ 1ാമത്തെ ചാപ്റ്റർ, പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നപ്പോൾ 1ാമത്തെ ചാപ്റ്ററിൽ തന്നെ ജീവൽ പ്രക്രിയകൾ എന്നൊക്കെ പറഞ്ഞ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഭാഗമായിട്ട് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബയോളജിന്നോ ജോഗ്രഫിന്നോ വ്യത്യാസമൊന്നും ഇല്ലാതെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനം. കാരണം ഇവിടെ ജീവജാലങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ബയോളജീൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ എടുക്കാം അല്ലേ. അപ്പോൾ നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ ഇത് ചിലപ്പോൾ അറിയാത്ത ഒരാളെ, ക്വസ്റ്റ്യൻ പുതിയ ടെക്സ്റ്റ് ഇങ്ങനെ ഒരു കണ്ടന്റ് വന്നതായിട്ട് അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആൻസർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് നോക്കി, ഇതാണ് ഏരിയ കേട്ടോ. അത് 9ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ആണ്. ജസ്റ്റ് ഇതാ നമുക്ക് നോക്കുകയാണെങ്കിൽ 9ാം ക്ലാസ്സിൻ്റെ SCERT ആണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ടെക്സ്റ്റ് ഒക്കെ ഇങ്ങനെ മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഇങ്ങനെ ഒരു കോളം, സമുദ്രം ഒരു വിസ്മയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എക്സ്ട്രാ റീഡിങ്ങിന് കൊടുത്തേക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അവിടെ ഇതാ ഉപരിതലം മുതൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമുദ്രത്തിനെ വിവിധ മേഖലകളാക്കി തിരിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യൂഫോട്ടിക് മേഖല എന്ന് തന്നെയാണ് പറയുന്നത്. സമുദ്രത്തിന്റെ ഉപരിതലം മുതൽ ഒരു 200 മീറ്റർ താഴേക്ക് പറയുന്ന ഏരിയയാണ് യൂഫോട്ടിക്.
യൂഫോട്ടിക് എന്ന് പറഞ്ഞാൽ അത് ഒന്നാമത്തെ പ്രസ്താവനയായിട്ട് കണ്ടതാണ്. ശരിയാണ് അല്ലേ? അത് യൂഫോട്ടിക് മേഖല. അവിടെ നന്നായിട്ട് സൂര്യപ്രകാശം ലഭിക്കും. അതുകൊണ്ട് ധാരാളം ജീവികൾ ഈ മേഖലയിലുണ്ട്. അപ്പോൾ ധാരാളം ജീവികൾ കാണപ്പെടുന്ന ഉപരിതലം മുതൽ 200 മീറ്റർ താഴേക്കുള്ള മേഖലേന്റെ പേരാണ് യൂഫോട്ടിക് മേഖല. ഓക്കെ, യെസ്. അടുത്തത് നെക്സ്റ്റ് ഏരിയ പറയുകയാണെങ്കിൽ ഈ 200 മുതൽ പിന്നെയും താഴേക്ക് 200 മുതൽ ഒരു 1000 മീറ്റർ വരെയുള്ള ഏരിയന്റെ പേരെന്താണെന്നറിയോ? ഡിസ്ഫോട്ടിക് മേഖല എന്നാ പറയുന്നത്. അങ്ങനെ ആയിരുന്നോ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള നമുക്ക് ഒന്നും കൂടെ പരിശോധിക്കണം അല്ലെ. ഡിസ്ഫോട്ടിക് മേഖല എന്നാണ് രണ്ടാമത്തേന് പറയുന്നത്. ഇവിടെ പ്രകാശ ലഭ്യത ഉണ്ട്, എന്നാലും കുറവാണ്, പരിമിതമാണെങ്കിലും സസ്യ കേന്ദ്രീകൃതമായ ജീവജാലികയാണ് ഇവിടെയും. ഓക്കെ, യെസ്. ഇനി അതിന്റെ ഈ 1000ന്റെ താഴേക്ക് ഉള്ളിലേക്ക് എത്രയാണെങ്കിലും അല്ലെ 1000ത്തിന് താഴേക്കുള്ള ഏരിയ എഫോട്ടിക്. ശരിക്കും എഫോട്ടിക് എന്ന് പറയുമ്പോൾ നമ്മൾ എയ്റോബിക് അനൈറോബിക് എന്നൊക്കെ പറയുമ്പോൾ ഒരു എ ചേർത്ത് കഴിഞ്ഞ ഒരു നെഗറ്റീവ് മീനിങ് കിട്ടും അല്ലെ. അപ്പൊ നോക്കി, എഫോട്ടിക് മേഖല എന്നാണ് പറയാ. എന്ന് പറഞ്ഞാൽ ഇവിടെ ലഭ്യമായ സൂര്യപ്രകാശത്തിന്റെ അളവ് വളരെ കുറവാണ്. 1000 മീറ്ററിന് താഴേക്ക് എന്ന് പറയുമ്പോൾ അങ്ങ് ഉള്ളിലേക്കാണ്. അപ്പൊ അവിടുത്തെ വരെ സൂര്യപ്രകാശം എത്തുന്നില്ല. അപ്പൊ സൂര്യപ്രകാശം എന്താണ്? വളരെ കുറവാണ്. അതുകൊണ്ട് ഇവിടെ ജീവജാലങ്ങൾക്ക് പ്രകാശം ഇവിടെയുള്ള ജീവികൾക്ക് ഒന്നും ഉൽപ്പാദിപ്പിക്കാൻ കഴിവില്ല എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. റെഡി അല്ലേ? പ്രകാശ സംശ്ലേഷണം നടത്താനുള്ള കഴിവില്ല. എന്നാൽ ഇവിടെയുള്ള ജീവികൾക്ക് പ്രകാശം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സ്വന്തം ജീവികൾ അവർ തന്നെ പ്രകാശം ഉൽപ്പാദിപ്പിച്ചിട്ടൊക്കെയാണ് ചെയ്യുക. അല്ലാതെ സൂര്യപ്രകാശത്തിന്റെ ലഭ്യത അവിടെ വരെ എത്തുന്നില്ല. അതാണ് എഫോട്ടിക് മേഖല. അപ്പൊ അത് ടെക്സ്റ്റ് ബുക്കിലെ സാധനമാണ്. ഇവർ ഇതേപടി എടുത്ത് ചോദിച്ചു. ഇനി ഒന്ന് വായിച്ചേ. ഉപരിതലം മുതൽ 200 മീറ്റർ താഴെ യൂഫോട്ടിക്. ശരിയല്ലേ? ശരിക്കും യു എന്ന് പറയുമ്പോൾ ട്രൂ എന്നുള്ള ഒരു അർത്ഥമാണ്. നമ്മൾ യു ക്യാരിയോട്ടിക് ഓർഗാനിസം എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായ മർമ്മം ഉള്ള ജീവികൾ എന്നാണ്. യു മീൻസ് ട്രൂ, കറക്റ്റ്, ഓക്കെ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ 200നും 1000ന്റെയും ഇടയിലുള്ളതിനെ ഡിസ്ഫോട്ടിക് എന്നാ കൊടുത്തേ. പക്ഷെ ഇവിടെ എന്താ കൊടുത്തേ? എഫോട്ടിക് അല്ലേ, മാറിയിട്ടല്ലേ കൊടുത്തേ. അതേപോലെ 1000 മീറ്ററിന് താഴെയാണ് എഫോട്ടിക്, ഇവിടെ ഡിസ്ഫോട്ടിക്. അപ്പൊ ആ പോയിന്റ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അവിടുത്തെ ആൻസർ എന്താ? ഒന്നാമത്തത് ശരിയാണ്, 2ഉം 3ഉം തെറ്റുമാണ്. അപ്പൊ അത് കൊടുക്കാൻ നമുക്കൊരു സംഭവം ഉണ്ടോ? 1 മാത്രം ശരി എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതല്ലേ ഉള്ളൂ അല്ലെ. 2ഉം 3ഉം തെറ്റാണ്. അവിടെ 2ഉം 3ഉം ശരി എന്നൊക്കെയാ കൊടുത്തത്. എല്ലാം ശരി എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ എ വരും. 1 മാത്രം ശരി. ടെക്സ്റ്റ് എന്ന ഡയറക്റ്റ് എടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് പഠിക്കുക എന്നുള്ളതിനേക്കാളും നമ്മൾ സിലബസിൽ നോക്കണം. സിലബസ് പറയുന്ന കാര്യങ്ങൾ ടെക്സ്റ്റിൽ എവിടെയാണെന്ന് കണ്ടെത്തിയിട്ട് പഠിച്ചും കൂടെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ സെറ്റാണ് കേട്ടോ. റെഡി, ക്ലിയർ? ഇനി അടുത്ത വേണേ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കിയോ. നമ്മൾ ദഹന വ്യവസ്ഥയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ വായ അല്ലെ, നമ്മളെ വായക്കകത്തുള്ള പല്ലൊക്കെ ആഹാരം ചവച്ചയക്കാൻ സഹായിക്കുന്ന. അപ്പൊ പല്ലുമായിട്ട് ബന്ധപ്പെട്ട് പല്ലിന്റെ ഘടനയൊക്കെ ടെക്സ്റ്റിൽ കൃത്യമായി കൊടുത്തതാ. അപ്പൊ ആ ഭാഗത്തുനിന്ന് PSC ചോദിച്ച ക്വസ്റ്റ്യൻ കണ്ടോ? പല്ലിന്റെ ചിത്രം പോലും ഇല്ലാതെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ പഠിച്ചെടുക്കണം. ചിത്രമൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ക്ലാസ് പഠിച്ചെടുത്താൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് മോഡലാണ് അല്ലെ. പല്ലിന്റെ ആന്തര ഘടന ചുവടെ തന്നിരിക്കുന്നു, ചിത്രമില്ല, ഒന്നുമില്ല. പക്ഷെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് എഴുതണം. ഇനാമൽ, പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല എന്നാ പറഞ്ഞേ. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ പഠിച്ചു വരുന്ന സമയത്ത് മനസ്സിലാകും തെറ്റാണ്. പല്ല് നിർമ്മിച്ച ജീവനുള്ള കലയ്ക്ക് പറയാ ഡെൻറ്റൈൻ എന്നാണ്. അപ്പം ഇത് ശരിക്ക് ഇത് ഇങ്ങോട്ടും ആണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഇത് തെറ്റാണ്, മാറ്റിയിട്ടാ കൊടുത്തേ. പൾപ്പ് ക്യാവിറ്റി, പല്ലിന്റെ ആന്തരഭാഗം, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. സിമന്റം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സിമന്റ് ഇട്ട് കല്ലുറപ്പിക്കുന്നത് പോലെ സിമന്റം എന്ന് പറയുന്നത് വെച്ചിട്ടാണ് നമ്മൾ പല്ലിനെ മോണയിൽ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. ഓക്കെ, കാൽസ്യം അടങ്ങിയ ഒരു യോജക കലയാണ്. അതാണ് കാൽസ്യം കുറവ് വരുമ്പോൾ പല്ലിളകി പോകുന്നത്. ഓക്കെ, അപ്പൊ പല്ലിനെ മോണയിൽ ഉറപ്പിച്ച് നിർത്തുന്ന യോജക കല, കാൽസ്യം അടങ്ങിയ യോജക കല ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ 3ാമത്തതും ശരി, 4ാമത്തതും ശരി, 1ഉം 2ഉം തെറ്റ്. അങ്ങനെയല്ലേ കൊടുത്തേ? അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ ഗൈസ്? ഏതാണുള്ളത്? യെസ്, 3 and 4 അല്ലെ. 3 and 4 ശരി, 3ഉം 4ഉം ശരിയാണ് എന്ന് കൊടുത്ത് കാണാം. ആൻസർ ഓപ്ഷൻ ബി. ഇനി ഇത് ടെക്സ്റ്റിൽ ഉണ്ടോ എന്ന് കാണണോ? ഇത് 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ 9 മാത്രം പഠിച്ചാൽ പോരാ. ഇവിടെ ഇപ്പൊ കിട്ടിയ 2 ക്വസ്റ്റ്യൻ 9 ആയതുകൊണ്ടാണ്. ഇതുപോലെ 10ാം ക്ലാസ് എന്നുള്ളതും 5ഉം 6ഉം എല്ലാം നമ്മൾ നോക്കേണ്ടതാണ്. അപ്പൊ ഇതാ വായനെ പറ്റി പറയുന്ന സമയത്ത് ഇത് കണ്ടില്ലേ? ഇതാണ് പല്ലിന്റെ ചിത്രമൊക്കെ വെച്ച് കൊടുത്തത്. ഏറ്റവും ഉപരിതല പാളി എന്ന് പറയുമ്പം അതിന്റെ ആൻസർ എന്താണെന്നറിയോ? പല്ലിന്റെ ഏറ്റവും പുറം കവചം ഉപരിതല പാളിയാണ്. ഓക്കെ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഏത്? അതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഒക്കെ ഇനാമലാണ്. ഇനാമൽ. അതിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെൻറ്റൈൻ എന്ന് പറയുന്നത് കേട്ടോ. ഡെൻറ്റൈൻ എന്ന് പറയുമ്പോൾ തന്നെ ഡെഡ് അല്ല എന്ന് പറഞ്ഞാൽ ജീവനുള്ള, ഇത് ജീവനുള്ളതാണ്. ഈ 2ാമത്തെ പാളിയിലുള്ള ഡെൻറ്റൈനെയാണ് നമ്മൾ ജീവനുള്ള ഭാഗമായിട്ട് കണക്കാക്കുക. ഏറ്റവും പുറമെ കാണപ്പെടുന്ന ഇനാമൽ എന്ന് പറഞ്ഞാൽ എന്താ? നിർജീവമാണ് കേട്ടോ, ജീവൻ ഇല്ലാത്തതാണ്. പിന്നെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗം, ഈ ക്യാവിറ്റി, അവിടെയാണ് രക്തക്കുഴലുകൾ, നാഡികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. അതിനെയാണ് നമ്മൾ പൾപ്പ് ക്യാവിറ്റി എന്ന് പറയാം. അതാണ് പല്ലിന്റെ ഏറ്റവും ആന്തര ഭാഗമായിട്ട് കണക്കാക്കുന്നത്. ഇതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അവിടെ നാഡികളുണ്ട് അല്ലെ, രക്തക്കുഴലുകൾ നമുക്ക് കാണാൻ പറ്റും, യോജക കലയുണ്ട്. അതേപോലെ ഒഡെൻഡ്രോബ്ലാസ്റ്റ്, ഈ പേരൊക്കെ പഠിക്കണം, പുതിയ ബുക്കാണ്. ഒഡെൻഡ്രോബ്ലാസ്റ്റ് കോശങ്ങൾ എന്നിവ കാണപ്പെടുന്നു. ഓക്കെ, ഇതൊക്കെ കാണപ്പെടുന്ന ആന്തരഭാഗത്തിന്റെ പേരാണ്
പൾപ്പ് ക്യാവിറ്റി. പിന്നെ ഇതാ സിമന്റ്. നമ്മളെ പല്ലിന് നമ്മളെ മോണയിൽ ഈ പല്ലിങ്ങനെ ഉറപ്പിച്ച് നിർത്തുകയാണെങ്കിൽ മോണയിൽ പല്ലിനെ ഉറപ്പിക്കാൻ ഇവിടെ എന്തുണ്ട്, കാൽസ്യം അടങ്ങിയ യോജക കലയുണ്ട്. അതിനെയാണ് സിമന്റം എന്ന് പറയുക. അപ്പോൾ ഇത് ഡയറക്റ്റ് ടെക്സ്റ്റ് എന്നുള്ള ചിത്രത്തിനെ അടിസ്ഥാനമാക്കി ചോദിച്ചതാണ്. അപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്ക് ഫാക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. പോരാത്തതിന് മനുഷ്യ ശരീരത്തിനെ കുറിച്ചുള്ള പൊതുവായ അറിവ് എന്ന് പറയുന്നില്ലേ, അവിടെ ഈ പല്ലും എല്ലാം കാര്യം, പല്ലാണെങ്കിൽ എല്ലാം നമ്മൾ പഠിക്കണം. പിന്നെ നേരത്തെ സമുദ്രത്തിന്റെ ഏരിയ ചോദിച്ചത് ഏത് ഭാഗത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക? ഈ സിലബസിൽ ഈ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് എവിടെ കണക്ട് ചെയ്യാൻ പറ്റും? സിലബസിലേക്ക് നോക്കുമ്പം നമ്മളെ സൂര്യപ്രകാശത്തിന്റെ ലഭ്യത, സമുദ്രം എന്നൊക്കെ പറയുന്ന സമയത്ത് എവിടെ വേണേ കണക്ട് ചെയ്യാം? പരിസ്ഥിതിയിൽ കണക്ട് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം അല്ലെ. പരിസ്ഥിതി എന്ന് പറയുന്ന ഒരു ഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് ആ ക്വസ്റ്റ്യൻ വരും. യെസ്, റെഡി ആണല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്തായാലും ഇതേപോലെയൊക്കെ ടെക്സ്റ്റ് മനസ്സിലാക്കി പുതിയ SCERT-നൊക്കെ അറിഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ചു പോവുകയാണെങ്കിൽ സുഖമായിട്ട് ക്രാക്ക് ചെയ്യാം, നല്ലൊരു റാങ്കിലേക്കൊക്കെ എന്തായാലും എത്താൻ പറ്റും. അപ്പോൾ ഇതേപോലെയൊക്കെ കൃത്യമായിട്ട് പഠിച്ച് നല്ല റാങ്കിൽ എത്തിയ നമ്മളെ കഴിഞ്ഞ റിസൾട്ടൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ. LDCക്ക് ഇവിടെ നമുക്കൊരു 5 സ്റ്റാർ ആയിരുന്നു സൈലം PSCയിൽ എന്ന് പറഞ്ഞാൽ എന്താ, 5 ജില്ലകളിൽ നിന്നായിട്ടുള്ള ഫസ്റ്റ് റാങ്കുകാരുണ്ടായിരുന്നു നമുക്ക് കൂടെ അല്ലേ. അപ്പോൾ അവർ ഇത്രയും നല്ലൊരു റാങ്കിലേക്ക് എത്തുമ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ സക്സസ് മീറ്റിലൊക്കെ ആണെങ്കിലും പറയുന്നുണ്ട് അവർ വളരെ സിസ്റ്റമാറ്റിക് ആണ്, മാക്സിമം വളരെ ക്ലിയർ ആയിട്ടാണ് പഠിച്ചുകൊണ്ട് പോകുന്നത്. എല്ലാം വാരി വലിച്ച് പഠിക്കാതെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി സെൽഫ് റിവൈസ് ചെയ്ത്, റിവിഷനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുന്ന് നമ്മൾ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന റിവിഷൻ പോലെ തന്നെ അതിൻ്റെ കൂടെ അവർ സെൽഫായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നെ ക്ലാസ്സിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അതേപോലെ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ കാസർഗോഡിൻ്റെ അല്ലേ ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. അതേപോലെ കോഴിക്കോട് ജില്ല, അതേപോലെ നമ്മളെ പത്തനംതിട്ട, ട്രിവാൻഡ്രം, ആലപ്പുഴ, ഇവിടെ നിന്നൊക്കെയുള്ള ഫസ്റ്റ് റാങ്കുകാർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ കൂടെ കേട്ടതാണെങ്കിൽ എന്തായാലും അടുത്ത ഒരു ബാച്ചിലേക്ക് ഇതേപോലെ എഫേർട്ട് ഇടാൻ റെഡി ആണെങ്കിൽ സുഖമായിട്ട് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റും. കഴിഞ്ഞ LDCയിൽ വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കാണെങ്കിലും അല്ല, ഇനി നല്ല റാങ്കൊക്കെ പിന്നിലാണ് അതുകൊണ്ട് ഹോപ്പില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ പുതിയ LDCയിലേക്ക് സ്റ്റാർട്ടിങ്ങിലേ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നായിട്ട് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചെടുത്താൽ ഈസി ആയിട്ടൊക്കെ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ എന്തായാലും ആ ഒരു ഡേറ്റ് എപ്പോഴാണ്, പുതിയ ബാച്ചപ്പ് വരും എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നവരാണെങ്കിൽ ഒരു സന്തോഷ വാർത്തയും കൂടിയാണ്. നമ്മളെ ബാച്ച് തുടങ്ങുന്ന കാര്യം ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. എന്നാലൊന്നും കൂടെ പറയുകയാണ്, എപ്പോഴാണ്, ജൂൺ 17 നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. ജൂൺ 17 സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഫീ വരുന്നത് 1999 ആണ്. ഓക്കെ, അപ്പോൾ LDCൻ്റെ 2027 ബാച്ചിനെ പറ്റിയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്തായാലും ഇങ്ങനെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് പഠിക്കാൻ നിൽക്കുകയാണെങ്കിൽ ആദ്യം തന്നെ അഡ്മിഷൻ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ആദ്യത്തെ ക്ലാസ് മുതൽ തന്നെ പഠിച്ചു കൃത്യമായിട്ട് മുന്നോട്ട് പോകാം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ജോയിൻ ചെയ്യുമ്പോഴാണ് ക്ലാസ് തുടങ്ങിപ്പോയോ പിന്നെ നമ്മളെ ഉള്ളിൽ ഒരു നെഗറ്റീവ് അടിക്കുക. അപ്പോൾ ആദ്യം തൊട്ടേ ഇതിൻ്റെ ഭാഗമാവുക. ഇത് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ എങ്ങനെ പഠിക്കണം, SCERT എങ്ങനെ പഠിക്കണം അല്ലെ, അത് ക്ലാസ്സിൽ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യും. മാക്സിമം SCERT ഫാക്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. സിലബസ് മനസ്സിലാക്കി കുറേ എക്സാം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് സെറ്റാക്കി എടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ, റെഡി അല്ലേ? യെസ്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും എന്തായാലും ഒരു കുഞ്ഞു രീതിയിലെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഈ ബാച്ചിനെ കുറിച്ച് അറിയാനും ബാച്ചിലേക്ക് വരാനും ജോയിൻ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഫോർ ഇൻക്വയറി 9995100800 എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കാം. കോഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാം, അതിൽ അഡ്മിഷൻ എടുക്കാം, നമുക്ക് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ എന്തായാലും മറ്റുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും ക്ലാസ്സിൽ കാണാം. താങ്ക് യു.